Hello my dear students, welcome back to our channel. Let's start our section. If A and B are two positive numbers such that AB is not a perfect square. ഇവിടെ എയും ബി എന്നുള്ളത് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എയും ബിയും ടു പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എ ബി എന്നുള്ളത് എന്തല്ല, ഒരു ഇസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. എ ബി എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഇസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രണ്ട് എ ബി എന്ന രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരു റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നാണ്. എ റാഷണൽ നമ്പർ ബിറ്റ്വീൻ എ ആൻഡ് ബി, എക്കും ബിക്കും എന്ന രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന് ഇടയിലുള്ള ഒരു റാഷണൽ നമ്പറിനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എ പ്ലസ് ബി ബൈ ടു, എ പ്ലസ് ബി ബൈ ടു, അതായത് ആ രണ്ട് നമ്പേഴ്സിന്റെ എന്തെടുത്താൽ മതി, ആവറേജ് എടുത്താൽ മതി. ദെൻ ആൻ ഇറാഷണൽ നമ്പർ ബിറ്റ്വീൻ എ ആൻഡ് ബി, എ എന്ന പോസിറ്റീവ് നമ്പറിനും ബി എന്ന പോസിറ്റീവ് നമ്പറിനും ഇടയിലുള്ള ഇറാഷണൽ നമ്പറിനെ എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം, റൂട്ട് ഓഫ് എ ബി, അതായത് എൻ്റെയും ബിൻ്റെയും പ്രോഡക്റ്റ് എടുക്കുക, ദെൻ അതിൻ്റെ റൂട്ട് എടുക്കുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എ ബി എന്നത് എന്തല്ല, ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അതൊരു ഇറാഷണൽ നമ്പർ ആയിരിക്കോ, അല്ലേ? സോ എ ബി എന്നത്, എയുടെയും ബിയുടെയും പ്രോഡക്റ്റ് എന്നത് ഒരിക്കലും എന്തായിരിക്കത്തില്ല, പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കത്തില്ല. അതിന്റെ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഇറാഷണൽ നമ്പർ കിട്ടും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസേർട്ട് എ റാഷണൽ നമ്പർ ആൻഡ് ഇറാഷണൽ നമ്പർ ബിറ്റ്വീൻ 3 and 4. 3ക്കും 4നും ഇടയിലുള്ള ഒരു റാഷണൽ നമ്പറും അതുപോലെ തന്നെ ഇറാഷണൽ നമ്പറും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അതായത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്കിവിടെ നോക്കാം, 3 എന്നതും 4 എന്നതും എന്ത് നമ്പേഴ്സ് ആയിരിക്കും, പോസിറ്റീവ് നമ്പേഴ്സ് ആണ് അല്ലേ, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇനി ഇതിന്റെ പ്രോഡക്റ്റ് നോക്കുവാണെങ്കിലോ, 3 into 4 എന്ന് പറയുന്നത് എന്താ, ഇസ് ഈക്വൽ ടു 12. 3 into 4 എന്ന് പറയുന്നത് എന്ത് കിട്ടി, അതായത് നമുക്ക് പറഞ്ഞിട്ടുള്ളത് എയും ബിയും എന്ന രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ എ ബി എന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താവാൻ പാടില്ല, പെർഫെക്റ്റ് സ്ക്വയർ ആകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ എ എന്ന് പറയുന്നത് എന്തെന്നറിയാം, 3 ആൻഡ് ബി എന്ന് പറയുന്നത് എന്തെന്നറിയാം, 4. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ബി, 3 into 4 എന്ന് പറയുന്നത് എത്ര കിട്ടി, 12. 12 എന്ന് പറയുന്നത് എന്തല്ല, ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇനി നമുക്ക് തന്നിട്ടുള്ള നമ്മൾ നേരത്തെ നോക്കിയ രണ്ട് കണ്ടീഷൻ അനുസരിച്ച് എന്ത് കണ്ടുപിടിക്കാം, ഒരു റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും കണ്ടുപിടിക്കാം അല്ലേ. ദെൻ റാഷണൽ നമ്പർ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, റാഷണൽ നമ്പർ ആണെങ്കിൽ എ പ്ലസ് ബി ബൈ ടു, നമുക്ക് നൽകിയിട്ടുള്ള എന്ത് ചെയ്താൽ മതി, നമുക്ക് നൽകിയിട്ടുള്ള രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന്റെ ആവറേജ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഒരു റാഷണൽ നമ്പർ കിട്ടും. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ബൈ ടു, 3 plus 4 by 2, 3 plus 4 by 2 ചെയ്താൽ എന്ത് കിട്ടും, 7 by 2. ഓക്കെ, ദാറ്റ് ഈസ് എ റാഷണൽ നമ്പർ കിട്ടി. ദെൻ നെക്സ്റ്റ് ഇറാഷണൽ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണെങ്കിൽ റാഷണൽ നമ്പറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, റൂട്ട് ഓഫ് എ ബി. റൂട്ട് ഓഫ് എ ബി ആകുമ്പോൾ റൂട്ട് ഓഫ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ഏതാ, 3 into 4. റൂട്ട് ഓഫ് 3 into 4 ഈസ് ഈക്വൽ ടു റൂട്ട് 12. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ റൂട്ട് 12നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 12നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 12 ഏതിൽ പോകും, 2. 2ൽ എത്ര ടൈംസ്, 6. ദെൻ നെക്സ്റ്റ് 2, 6ൽ എത്ര ടൈംസ്, 3. നെക്സ്റ്റ് ഏതിലേ പോകത്തുള്ളൂ, 3. ദെൻ 1 ടൈം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഏതാ, 2 into 2 into 3 എന്ന് കിട്ടും. റൂട്ടിനകത്ത് 2 into 2 into 3 എന്ന് കിട്ടി. ദെൻ റൂട്ടിനകത്ത് 2 2 ഉള്ളപ്പോൾ അതിൽ നിന്ന് നമുക്ക് പുറത്ത് ഏത് 1 2 ആയിട്ട് എടുത്താൽ മതി. ദെൻ 2 root 3, ദാറ്റ് ഈസ് റൂട്ടിനകത്ത് 2 into 2 എന്ന് പറയുന്നത് എന്താ, റൂട്ട് 4 ആവും. റൂട്ട് 4 എന്ന് പറയുമ്പോൾ റൂട്ടിന് പുറത്താവുമ്പോൾ അതെന്തായിരിക്കും, 2. ദെൻ റൂട്ട് 3, 2 root 3 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എക്ക് 3യും ബിക്ക് 4ഉം എന്ന രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് നൽകിയിട്ടുണ്ട്. ആ പോസിറ്റീവ് നമ്പേഴ്സ് വെച്ച് ഫസ്റ്റ് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു, എ ഇൻറ്റു ബി, അതായത് 3 into 4 എന്ന് പറയുന്നത് എന്തെന്നറിയാം, 12 എന്നറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത് റാഷണൽ നമ്പർ കണ്ടെത്താൻ എ പ്ലസ് ബി ബൈ 2 ചെയ്താൽ, അതായത് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന്റെ ആവറേജ് എടുത്താൽ നമുക്ക് റാഷണൽ നമ്പറും
ആ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് അതിന്റെ റൂട്ട് കണ്ടെത്തിയാൽ നമുക്കൊരു ഇറാഷണൽ നമ്പർ കിട്ടും. ഓക്കെ, സ്റ്റെപ്സ് ഒന്നുകൂടെ നോക്കാം. സിൻസ് 3 and 4 are positive rational numbers, 3 ഉം 4 ഉം പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് 3 into 4 എന്ന് പറയുന്നത് എത്രയാണ്? 12. അതെന്തല്ല, ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അങ്ങനെയാണെങ്കിൽ എ റാഷണൽ നമ്പർ ബിറ്റ്വീൻ 3 and 4, 3ക്കും 4നും ഇടയിലുള്ള ഒരു റാഷണൽ നമ്പർ കണ്ടെത്താൻ ആ രണ്ട് നമ്പേഴ്സിന്റെ ആവറേജ് എടുത്തപ്പോൾ 7/2 എന്ന് കിട്ടി. Then an irrational number between 3 and 4, 3ക്കും 4നും ഇടയിലുള്ള ഒരു ഇറാഷണൽ നമ്പർ കണ്ടെത്താൻ the product എടുക്കുക. ഫസ്റ്റ് ആ രണ്ട് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുക, then അതിന്റെ റൂട്ട്, ദാറ്റ് ഈസ് 2√3 എന്ന് കിട്ടി. Examine each of the following as a rational number or an irrational number. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരുന്നാൽ അത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. Then first question എന്ന് പറയുന്നത് 3 plus √2 the whole square. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? 3 plus √2 the whole square എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഏത് ഫോർമുല കിടക്കുന്നേ? a plus b the whole square അല്ലേ? എങ്ങനെ എഴുതാം നമുക്ക്? a plus b the whole square എന്ന് എഴുതിക്കൂടെ? a plus b the whole square എന്ന് പറയുന്നത് എന്താ? a square plus 2ab plus b square. ഈ ഫോർമുലയിലെ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അതായത് 3 plus √2 the whole square എന്ന് പറയുന്നത് a plus b the whole square എന്ന ഫോർമുല ആണ്. ദാറ്റ് ഈസ് a square plus 2ab plus b square എന്ന ഫോർമുല ആണ്. ഓക്കെ അല്ലേ? ദെൻ ഈ 3 plus √2 the whole square നെ ഞാൻ അതുപോലെ എഴുതുവാണ്. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാം? 3 square plus 2 into 3 into √2 plus √2 the whole square എന്ന് എനിക്ക് എഴുതിക്കൂടെ? അതായത് 3 plus √2 the whole square നെ 3 square plus that is a square plus 2ab 2 into 3 into √2 2ab plus b square ആകുമ്പോൾ ഇവിടുത്തെ b ഏതാ? √2 then √2 the whole square. ഓക്കെ അല്ലേ? then 3 square എന്ന് പറയുന്നത് എന്താ? 9 plus 2 into 3 6 6√2 plus √2 the whole square എന്ന് പറയുന്നത് എന്തായിരിക്കും? √2 into √2 എന്ന് പറയുന്നത് that is 2. then ഇവിടെ നമ്പേഴ്സ് ഏതൊക്കെയാ? 9 plus 2 11 plus 6√2 എന്ന് നമുക്ക് കിട്ടി. നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് ഏതാ? 11 plus 6√2. that is 11 എന്ന് പറയുന്നത് ഇവിടെ ഏതാ? 11 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റാഷണൽ നമ്പർ ആണ്. എന്നാൽ 6√2 എന്ന് പറയുന്നതോ ഒരു ഇറാഷണൽ നമ്പറും ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു റാഷണൽ നമ്പറും ഒരു ഇറാഷണൽ നമ്പറും ആയിട്ട് സം ചെയ്താലും ആഡ് ചെയ്യാതാലും ഇത് എന്ത് തന്നെയാണ്? 11 plus 6√2 എന്ന് പറയുന്നത് ആൽവേസ് എ ഇറാഷണൽ നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സാമിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറയുന്നത് ഈ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്നാണ്. നമുക്ക് ഇതിൽ 11 എന്ന് പറയുന്നത് എന്തായിട്ട് അറിയാം? റാഷണൽ എന്ന് അറിയാം അല്ലേ? എന്നാൽ 6√2 എന്ന് പറയുന്നതോ ഇറാഷണലും ആണ്. എന്നാൽ ഒരു റാഷണൽ നമ്പറും ഒരു ഇറാഷണൽ നമ്പറും കൂടെ ആഡ് ആവുകയാണെങ്കിൽ അത് എന്ത് തന്നെ ആയിരിക്കും? ദാറ്റ് ഈസ് ആൽവേസ് ആൻ ഇറാഷണൽ നമ്പർ തന്നെ ആയിരിക്കും. Here 11 is rational and 6√2 is irrational. We know that the sum of a rational and an irrational number is always an irrational. അതായത് ദി സം ഓഫ് ആൻ ഒരു റാഷണൽ നമ്പറും അതുപോലെ തന്നെ ഒരു ഇറാഷണൽ നമ്പറിന്റെ സം എടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? ഈസ് ആൽവേസ് ആൻ ഇറാഷണൽ നമ്പർ തന്നെയായിരിക്കും. Therefore ഇവിടുത്തെ 11 plus 6√2 എന്ന നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ഇറാഷണൽ. and 3 plus √2 എന്ന് പറയുന്നത് ഈസ് ആൾസോ ആൻ ഇറാഷണൽ. 3 plus √3 into 3 minus √3 ഇത് ഏത് ഫോർമുല കിടക്കുന്നേ? a plus b into a minus b എന്ന ഫോർമുല അല്ലേ ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നേ? ദാറ്റ് ഈസ് a plus b into a minus b എന്ന് പറയുന്നത് എന്താ? a plus b into a minus b എന്ന് പറയുന്നത് a into a എന്ന് പറയുന്നത് എന്തായിട്ട്? a square minus b square. ആ ഫോർമുല നമുക്ക് എഴുതിക്കൂടെ? അതായത് a plus b 3 plus √3 എന്ന് പറഞ്ഞാൽ എന്താ? a plus b 3 minus √3 a minus b. then a plus b into a minus b എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? a square minus b
3 plus root 3 into 3 minus root 3 is equal to a square minus b square ആകുമ്പോൾ 3 square minus root 3 the whole square. That is 3 square 9 minus root 3 the whole square 3 is equal to 6. അതായത് നമുക്ക് കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് only one positive number മാത്രമായിട്ടാണ് കിട്ടിയത്. അതായത് 6 എന്ന് പറയുന്നത് എന്താണ്? 6 is a rational number ആണ് അല്ലേ? 6 എന്ന് പറയുന്നത് എന്താണ്? 6 is a rational number ആണ് കിട്ടിയത്. അപ്പോൾ 3 plus root 3 into 3 minus root 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? is an rational ആയിരിക്കും. അതായത് ഒരു rational number ആയിരിക്കും. ഇവിടെ irrational ഉണ്ടോ? ഇല്ലല്ലേ? അപ്പോൾ ഇത് എന്ത് തന്നെയാണ്? ഒരു rational number തന്നെയാണ്. 6 ആണ് നമുക്ക് കിട്ടിയത്. 3 plus root 3 into 3 minus root 3 ചെയ്തപ്പോൾ ഏത് ഫോർമുല ചെയ്തേ? a plus b into a minus b എന്ന ഫോർമുല ചെയ്തപ്പോൾ എത്ര കിട്ടി നമുക്ക്? 6 എന്ന് കിട്ടി. 6 is a rational number. Therefore 3 plus root 3 into 3 minus root 3 is always a rational number. Therefore 3 plus root 3 into 3 minus root 3 is a rational number. Next topic എന്ന് പറയുന്നത് surds അല്ലെങ്കിൽ radicals എന്ന് പറയാം. If x is a positive rational number and n is a positive integer such that 1 by x raised to n, that is n root of x is irrational, then 1 by x raised to n is called a surd or radical. Surd അല്ലെങ്കിൽ radical എന്തെന്നാണ്? x എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ ആണെങ്കിൽ, x എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ ആണെങ്കിൽ അല്ലെ n എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കാം. എന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് 1 by x raised to n എന്ന് എഴുതാം അല്ലേ? 1 by x raised to n. ഇതിൽ x എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ ആയിരിക്കും. ആൻഡ് പവർ n, എക്സിന്റെ പവർ ആണ് n. n എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കാം. ദാറ്റ് ഈസ് n root of x is irrational. നമുക്കതിനെ n root of x എന്ന് എഴുതിയാൽ അത് എന്തായിരിക്കും? ഇറാഷണൽ ആയിരിക്കും. Then 1 by x raised to n നെ നമുക്ക് എന്തെന്ന് വിളിക്കാം? surd or radical എന്ന് വിളിക്കാം. 1 by x raised to n നെ എങ്ങനെ വിളിക്കാം? surd or radical. Example 3 root 6 is a surd. 3 root 6 നെ ഞാൻ എന്തെന്ന് പറയുകയാണ്? surd എന്ന് പറയാനാണ്. എന്തുകൊണ്ട് ഞാൻ പറയുന്നു surd എന്ന്? Then ഇവിടുത്തെ 6 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഫോർമുല ഇത് എഴുതിയിരിക്കുന്നത്? 3 root 6 എന്ന് പറയുന്നത് ഏത് ഫോർമുല? n root of x എന്ന ഫോർമുല ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ x എന്ന് പറയുന്നത് ഏതാ? x equal to 6, n equal to എന്താ? 3. x equal to 6. x equal to 6 എന്ന് പറയുന്നത് 6 എന്ന് പറയുന്നത് എന്താ? is a പോസിറ്റീവ് റാഷണൽ നമ്പർ ആണ് അല്ലേ? 6 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ ആണ്. അങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്ന ഫോം ഏതാ? 3 root 6. എന്നാൽ 3 root 6 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ ആയിരിക്കോ? അല്ല, ദാറ്റ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. 3 root 6 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. 3 root 6 എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 root 6 നെ നമ്മൾ എന്തെന്ന് പറയുന്നു? surd or radical എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒന്നുകൂടെ പറയാം. ഇഫ് x എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ ആയിരിക്കണം ആൻഡ് n എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ആയിരിക്കണം. നമുക്ക് എങ്ങനെ എഴുതാം? 1 by x raised to n. ഈ 1 by x raised to n നെ ഞാൻ എന്തെന്ന് വിളിക്കുന്നു? surd or radical. അതെങ്ങനെയാണ് വിളിക്കുന്നത്? n root of x എന്ന് പറയുന്നത് ഇറാഷണൽ ആണെങ്കിൽ മാത്രം നമുക്ക് 1 by x raised to n നെ എന്തെന്ന് വിളിക്കാം? surd or radical. Rationalization for surds of order
2. When two surds are multiplied together such that their product is a rational number, the two surds are called rationalizing factors of each other. The process of rationalizing a surd by multiplying it with its rationalizing factor is called rationalization. Rationalization എന്തെന്നാണ്? Two surds are multiplied together. രണ്ട് surds തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? Is a rational number. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Is a rational number. Then the two surds are called rationalizing factors of each other. അങ്ങനെയാണെങ്കിൽ ആ two factorsനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? Rationalizing factors എന്ന് പറയാം. അതായത് രണ്ട് surds തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എങ്ങനെയായിരിക്കും? ഒരു റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ surdsനെ നമുക്ക് rationalizing factors എന്ന് പറയാം. Then the process of rationalizing a surd by multiplying it with its rationalizing factor is called rationalization. നമുക്ക് എക്സാമ്പിൾ നോക്കാം. 3 root 2 into 5 root 2. 3 root 2 into 5 root 2 നമുക്ക് എങ്ങനെ ചെയ്യാം? 3 into 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 into 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? 15. Then root 2 into root 2 എന്ന് പറയുന്നതോ? root 2 into root 2 എന്ന് പറയുന്നത് root of 4, that is 2. Then 15 into 2 is equal to നമുക്ക് എന്ത് കിട്ടി? 30. 30 എന്ന് പറയുന്നത് എന്താണ്? is a rational number. അങ്ങനെ 30 rational number ആണെങ്കിൽ അവ മൾട്ടിപ്ലൈ ചെയ്ത രണ്ട് surds ഏതൊക്കെയാ? 3 root 2 ഉം 5 root 2 എന്ന് പറയുന്നത് രണ്ട് surds ആണ്. നമ്മൾ surds എന്താണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പോൾ 3 root 2 ഉം 5 root 2 ഉം രണ്ട് surds ആണ്. ആ surds തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ റാഷണൽ നമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ two surdsനെ നമുക്ക് എന്തെന്ന് പറയാം? rationalizing factors എന്ന് പറയാം. Simplify each of the following by rationalizing the denominator. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്യാനാണ് പറയുന്നത്? റാഷണലൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/3 minus root 7. അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ പ്ലേസിൽ ഏതാ? 3 minus root 7. ഈ 3 minus root 7 നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? is equal to നമ്മൾ അതിനു മുമ്പ് എന്തെടുക്കുക? നമ്മൾ കോൺജുഗേറ്റ് എടുക്കണം. 3 minus root 7ന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് 3 plus root 7 കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ഡിനോമിനേറ്റർ പ്ലേസിൽ ഏതാ? 3 minus root 7. ആ 3 minus root 7ന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 3 plus root 7. ആ 3 plus root 7 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 minus root 7. ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 3 plus root 7 by 3 plus root 7. അതായത് ഈ 3 plus root 7 എന്ത് ചെയ്യണം? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 3 plus root 7 എന്ന് പറയുന്നത് 3 plus root 7 divided by 3 minus root 7 into 3 plus root 7. അത് ഏത് ഫോർമുല? a plus b into a minus b. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? a plus b into a minus b എന്ന് പറയുന്നത് എന്താ? a square minus b square, that is 3 square minus root 7 the whole square. Okay, then 3 plus root 7 by 3 square എന്ന് പറയുന്നത് എന്താ? 9 minus root 7 into root 7 എന്ന് പറയുന്നത് 7. 3 plus root 7 by 2. Okay, 1/3 minus root 7 rationalize ചെയ്ത്, അതായത് അതിന്റെ ഡിനോമിനേറ്റർ പ്ലേസ് rationalize ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 plus root 7 by 2. നമ്മൾ എങ്ങനെയാ ചെയ്തേ? ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ആൻസർ കിട്ടിയത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടുത്തെ റാഷണലൈസിങ് ഫാക്ടർ ഏതായിരുന്നു? therefore rationalizing factor is equal to നമ്മൾ ഡിനോമിനേറ്ററിന്റെ റാഷണലൈസ് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ റാഷണലൈസിങ് ഫാക്ടർ ഓഫ് ഡിനോമിനേറ്റർ
റാഷണലൈസിംഗ് ഫാക്ടർ ഏതാ? 3 പ്ലസ് റൂട്ട് 7. ഏതായിരുന്നു റാഷണലൈസിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്? റാഷണലൈസിംഗ് ഫാക്ടർ ഈസ് 3 പ്ലസ് റൂട്ട് 7. അതായത് നമ്മൾ ഏതാണോ കോൺജുഗേറ്റ് എടുക്കുന്നത് അത് തന്നെയായിരിക്കും അവിടുത്തെ എന്തെന്ന് പറയുന്നത്? റാഷണലൈസിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ റൂട്ട് 3 മൈനസ് റൂട്ട് 2 ബൈ റൂട്ട് 3 പ്ലസ് റൂട്ട് 2. അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ പ്ലേസ് എന്ന് പറയുന്നത് റൂട്ട് 3 പ്ലസ് റൂട്ട് 2. ഇതിന്റെ എന്തെടുക്കണം? ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കണം. അതായത് ഡിനോമിനേറ്റർ പ്ലേസിനെ റാഷണലൈസ് ചെയ്യാനാണ് പറയുന്നത്. ഡിനോമിനേറ്റർ പ്ലേസിനെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കാം നമുക്ക്? റൂട്ട് 3 മൈനസ് റൂട്ട് 2 ബൈ റൂട്ട് 3 പ്ലസ് റൂട്ട് 2. അപ്പൊ ഇവിടെ പ്ലസ് ആണെങ്കിൽ നമ്മൾ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എന്തായി? മൈനസ്. ദാറ്റ് ഈസ് റൂട്ട് 3 മൈനസ് റൂട്ട് 2 ബൈ റൂട്ട് 3 മൈനസ് റൂട്ട് 2. അപ്പൊ ഇവിടുത്തെ റാഷണലൈസിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഏതായിരിക്കും? റൂട്ട് 3 മൈനസ് റൂട്ട് 2. അതായത് ഡിനോമിനേറ്റർ പ്ലേസിന്റെ റാഷണലൈസിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഏതായിരിക്കും? റൂട്ട് 3. അപ്പൊ ഇവിടുത്തെ റാഷണലൈസിംഗ് ഫാക്ടർ ഈസ് നമുക്ക് എങ്ങനെ പറയാം? റൂട്ട് 3 മൈനസ് റൂട്ട് 2. ഇതായിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? റാഷണലൈസിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. Then root 3 minus root 2 into root 3 minus root 2 നെ എനിക്ക് എങ്ങനെ എഴുതാം? root 3 minus root 2 the whole square എന്ന് എഴുതാം. Divided by root 3 plus root 2 into root 3 minus root 2 എന്ന് പറയുന്നത് a plus b into a minus b. That is root 3 the whole square minus root 2 the whole square. ഇനി root 3 minus root 2 the whole square എന്ന് പറയുന്നത് a minus b the whole square ഫോർമുല. Then simplify ചെയ്യുമ്പോൾ a square എന്നാവുമ്പോൾ root 3 the whole square minus 2ab minus 2 into root 3 into root 2 plus b square root 2 the whole square all divided by root 3 the whole square minus root 2 the whole square. Then root 3 യുടെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 മൈനസ് റൂട്ട് 2 the whole square എന്ന് പറയുന്നത് മൈനസ് 2. Then simplify ചെയ്യുമ്പോൾ root 3 the whole square എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 മൈനസ് 2 into root 3 into root 2 that is 2 root 6 plus root 2 the whole square എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 divided by 3 minus 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 is equal to 3 plus 2. 3 plus 2 എന്ന് പറയുന്നത് എന്താ? 5. ലാസ്റ്റ് ഇവിടെ ഉള്ള മൈനസ് 2 root 6. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? each of the following by rationalizing the denominator നെ rationalize ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ rationalizing എന്ന് പറയുന്ന ഡിനോമിനേറ്റർ പ്ലേസിൽ 3 plus root 2. അങ്ങനെയാണെങ്കിൽ അതിന്റെ റാഷണലൈസിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കും? 3 മൈനസ് റൂട്ട് 2. അത് നമ്മൾ അവിടുത്തെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ലാസ്റ്റ് എത്ര കിട്ടിയ ആൻസർ? 5 മൈനസ് 2 റൂട്ട് 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് a and b if 2 root 3 plus 3 root 2 by 2 root 3 minus 3 root 2 equal to a plus b root 6. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 root 3 plus 3 root 2 by 2 root 3 minus 3 root 2 is equal to a plus b root 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയേ. അതായത് 2 root 3 plus 3 root 2 by 2 root 3 minus 3 root 2. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത്. ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാ പറ്റുന്നത്? നമ്മൾ അതിൻ്റെ ഡിനോമിനേറ്റർ പ്ലേസിൻ്റെ റാഷണലൈസിങ് ഫാക്ടർ അല്ലെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കിട്ടുന്ന ആൻസർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? റൈറ്റ് ഹാൻഡ് സൈഡിനെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നോക്കാം. ടു റൂട്ട് 3 പ്ലസ് 3 റൂട്ട് 2 ബൈ 2 റൂട്ട് 3 മൈനസ് 3 റൂട്ട് 2. അപ്പോൾ ഇതാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഡിനോമിനേറ്റർ പ്ലേസ് ചെയ്താ 2 റൂട്ട് 3 മൈനസ് 3 റൂട്ട് 2. ഇതിന്റെ
കോൺജുഗേറ്റ് അല്ലെങ്കിൽ ഇതിന്റെ റാഷണലൈസിങ് ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കാം? 2√3 പ്ലസ് 3√2. ദെൻ റാഷണലൈസിങ് ഫാക്ടർ എടുത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ എന്ത് ചെയ്ത് കഴിഞ്ഞു? മൾട്ടിപ്ലൈ ചെയ്ത്. ദെൻ 2√3 പ്ലസ് 3√2 ഇൻറ്റു 2√3 പ്ലസ് 3√2 എങ്ങനെ എഴുതാം? 2√3 പ്ലസ് 3√2 the whole square divided by 2√3 minus 3√2 into 2√3 plus 3√2 എങ്ങനെ എഴുതാം? 2√3 the whole square minus 3√2 the whole square. Then നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്തൂടെ? a plus b the whole square എന്താവും? 2√3 the whole square plus 2 into 2√3 into 3√2 plus b square 3√2 the whole square all divided by 2√3 എന്ന് പറയുന്നത് എന്തായിരിക്കാം? 2 ന്റെ സ്ക്വയർ എന്താ? 4 into √3 യുടെ സ്ക്വയറോ into 3 then minus 3 യുടെ സ്ക്വയറോ 9 into √2 ന്റെ സ്ക്വയറോ 2. ഓക്കെ ആണല്ലോ? 2√3 the whole square എന്ന് പറയുന്നത് എന്താ? 2 square 4 4 into 3 അതായത് 4 into 3 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 12 plus 2 into 2√3 into 3√2 that is 2 into 2 4 4 into 3 എന്ന് പറയുന്നത് എന്താ? 12 √3 into √2 എന്ന് പറയുന്നത് √6 then plus 3 യുടെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 9 9 into √2 the square എന്ന് പറയുന്നത് എന്താ? 9 into 2 18 divided by 4 into 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 12 minus 9 into 2 18 is equal to 12 plus 18 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30 30 plus 12√6 by ഡിനോമിനേറ്റർ പ്ലേസ് നോക്കിയേ 12 minus 18 അതായത് നമുക്ക് വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് എന്ത് ചെയ്യാം? വലുതിന്റെ സൈൻ കൊടുക്കാം അല്ലേ? then 18 minus 12 എന്ന് പറയുന്നത് എന്താ? 6. ഇനി ഇവിടുത്തെ ഗ്രേറ്റർ ഡിജിറ്റിന്റെ സൈൻ ഏതാ? നെഗറ്റീവ് then -6. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഈ ഫ്രാക്ഷനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് 30 by -6 plus 12√6 by -6. ഓക്കെ, നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 36 എത്ര ടൈംസ്? 5 then -5 then ഇവിടുത്തെ പ്ലസും മൈനസും ചേരുമ്പോൾ മൈനസ് 12ൽ 6 എത്ര ടൈംസ് ആണ്? 2 then 2√6. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്ത് നമ്മൾ എങ്ങനെ എത്തി? -5 -2√6 എന്ന് എത്തിയല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് സോൾവ് ചെയ്ത് നമ്മൾ എവിടെ എത്തി? -5 -2√6 എന്ന് കിട്ടി. ഈ കിട്ടിയ ആൻസറിനെ റൈറ്റ് ഹാൻഡ് സൈഡായിട്ട് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. therefore -5 -2√6 equal to നമുക്ക് എങ്ങനെ എഴുതാം? a plus b √6 then -5 -2√6 equal to a plus b √6. അതായത് ഇവിടുത്തെ a എന്ന് പറയുന്നത് ഏതാ? that is a എന്ന് പറയുന്നത് ഏതാ? a ന്റെ വാല്യൂ -5 and b യുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? -2√6. ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും എന്ത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.